ലഹരിക്കെതിരെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കാൽവരി മോട്ടിലും ഇടുക്കിയിലും സ്വീകരണം നൽകി. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളിലെ കായിക താരങ്ങൾക്ക് കായിക ഉപകരണങ്ങളും വിതരണം ചെയ്തു. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്കാണ് ഇടുക്കിയിൽ സ്വീകരണം നൽകിയത്. ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ അടുത്ത ഘട്ടമായി കൂടുതൽ കുട്ടികളെ കായിക മേഖലയിലേക്ക് അടുപ്പിക്കുന്നതിനും കൂടുതൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ കായിക ഇനങ്ങൾ കൊണ്ടുവരുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ കളക്കളങ്ങളിൽ എത്തുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ എടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കായിക താരങ്ങളെ ലഹരിക്കെതിരായി അവരെ പോരാട്ടത്തിന് സജ്ജമാക്കുക എന്നുള്ളൊരു കാര്യം കൂടി. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ പൊതുസമൂഹം, യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അവർക്ക് ജയിക്കുക എന്ന് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവരെ ജയിക്കാൻ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ കായിക മേഖല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മാനസികമായി തോൽക്കാനും മാനസികമായി ജയിക്കാനും കരുത്തുകൊണ്ട് ജയിക്കാനും കരുത്തുകൊണ്ട് പരാജയപ്പെടുത്താനും കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ലഹരിക്കെതിരായ, പ്രത്യേകിച്ചും രാസലഹരിക്കെതിരായ ക്യാമ്പയിനിൽ കായിക വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വിജയം കണ്ടുവെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. മെയ് 5 ആരംഭിച്ച സന്ദേശയാത്ര ഇതിനകം 200ഓളം പഞ്ചായത്തുകളിൽ ലഹരി വിരുദ്ധ സമ്മേളനങ്ങൾ നടത്തി. കാൽവരിമൗണ്ട് ഹൈസ്കൂൾ സ്റ്റേഡിയം, ഇടുക്കി ഐഡിയ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നിറനാക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചടങ്ങിൽ ചൊല്ലിക്കൊടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.